നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ നോക്കിക്കാണേണ്ടത് BJPക്ക് 0 വോട്ടുകളുള്ള ബൂത്തുകളിൽ പോലും ഇത്തവണ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത ബൂത്തുകളിൽ പോലും BJP ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മാറ്റം തന്നെയാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനോട് വിജയിക്കാനും സാധിച്ചത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമാണെങ്കിലും ഏറ്റവും വലിയ രീതിയിലുള്ള സന്തോഷമുള്ളത് വിട്ട് സാധാരണക്കാരായിട്ടുള്ള BJP പ്രവർത്തകർക്കാണ്. ഇന്നേ വരും ഒരു വോട്ടുകൾ പോലും ഇല്ലാത്ത ബൂത്തുകളിൽ BJPക്ക് മുന്നേറാൻ സാധിച്ചത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ടത്? നമ്മുടെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 0 വോട്ട് കഴിഞ്ഞ തവണ വളരെ എന്താ പറയാതെ ഒരു വാർത്താ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപിക്ക് 0 വോട്ട് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേഖലയിലെല്ലാം തന്നെ ഞങ്ങൾക്ക് ഇത്തവണ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല BJPക്ക് ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത ഒരുപാട് ബൂത്തുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത്, അതായത് ബൂത്തിനകത്ത് ഇന്നേജിന്റെയും ഔട്ടേജിന്റെയും പുറത്തിരുത്താൻ സാധിക്കാത്ത ഒരുപാട് ബൂത്തുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാ ബൂത്തിലും ഞങ്ങൾക്ക് ഏജന്റുമാരെ ഇരുത്താൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ച 0 വോട്ട് മുതൽ അങ്ങനെ എല്ലാ അത്തരം നമുക്ക് വളരെ ന്യൂനപക്ഷങ്ങൾ കൂടുതലാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് CPM കോൺഗ്രസ് ഒക്കെ BJPക്ക് വോട്ട് കിട്ടില്ല എന്ന അവകാശവാദം ഉന്നയിച്ച ആ ബൂത്തുകളിൽ പോലും വലിയ വർധനവ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു വോട്ട് പോലും ഇല്ലാത്ത ബൂത്തുകളാണോ ഇതെല്ലാം? ഒരു ഹിന്ദു പോലും ഇല്ലാത്ത ബൂത്തുകളിൽ BJPക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം ബൂത്തുകളുണ്ട്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഹിന്ദു പോലും ഇല്ലാത്ത ബൂത്തുകളുണ്ട്. അവിടെയാണ് ഈ ബൂത്തുകളിൽ വോട്ടിന്റെ വർധനവ് ഉണ്ടായപ്പോൾ CPM-നെയും UDF-നെയും വളരെയധികം അലോസരപ്പെടുത്തിയിട്ടുള്ളത്. കാരണം BJPക്ക് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൊട്ടിഘോഷിച്ച ആ ബൂത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബൂത്തുകളിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് BJPക്ക് ബൂത്ത് തല പ്രവർത്തകർ എന്തെങ്കിലും ഇത്തവണ ഉണ്ടായിരുന്നു? ഇത്തവണ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിരുന്നു. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലണം, എല്ലാ വീടുകളിലും മോദിജിയുടെ പത്രികകൾ എത്തിക്കണം, സുരേഷ് ഗോപിയുടെ ഈ പത്രിക എല്ലാ വീടുകളിലും എത്തണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ബൂത്തിലും കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു വർധനവ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ BJPയെ സംബന്ധിച്ച് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ന്യൂനപക്ഷ മേഖലയിൽ BJPക്ക് ഇത്തവണ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കടന്നു കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രവർത്തിക്കാൻ മുന്നോട്ട് ഇറങ്ങുന്ന പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഭീഷണികളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീരദേശ മേഖലയിൽ അത്തരം ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് പഞ്ചവടി എന്ന് പറയുന്ന ഞങ്ങളുടെ ആ മേഖലയിലെ ബൂത്ത്, പുറത്ത് കിട്ടിയ ബൂത്ത് പൊളിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വളരെ ഇവിടുത്തെ പ്രവർത്തകർ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു അക്രമത്തിൻ്റെ പാത സ്വീകരിക്കാതെ നമ്മുടെ ലക്ഷ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന CPM-ഉം അതുപോലെ തന്നെ UDF-ന്റെയും ഇത്തരത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ വർക്ക്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം വലിയ വിജയമായിരുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ ഈ ഒരു കാര്യത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്താ പറയാ, പാർട്ടി ഇത്തവണ അത് സംഘപരിവാർ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ ഈ ഗുരുവായൂർ നിയോജകമണ്ഡലം നടത്തിയ ഈ ഒരു പ്ലാൻ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ടായിട്ടുണ്ട്. ഞങ്ങളതിൽ സക്സസ് ആണ്. തീരദേശ മേഖലയിലെ പഞ്ചായത്തുകളുണ്ടല്ലോ, ഈ പഞ്ചായത്തുകളിൽ വർഷങ്ങളായിട്ട് BJPയുടെ ഒരു പ്രവർത്തന സംവിധാനങ്ങൾ അത് ഈ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായ സമയത്താണോ ഇത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഉറക്കമായിരുന്നു ആദ്യകാലത്തെ പ്രവർത്തകരെല്ലാവരും? അല്ല, തീരദേശ മേഖലയിലെ പ്രവർത്തകർ ഒരിക്കലും ഉറക്കത്തിലായിരുന്നില്ല. കാരണം അവരനുഭവിച്ചിട്ടുള്ള വേദന ഒരിക്കലും നിസ്സാര കാര്യങ്ങളല്ല. ഒപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച സ്വന്തം സഹോദരങ്ങളെ നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മണികണ്ഠൻ പെരിയമ്പലം മുതൽ ഇരട്ടപ്പുഴ പ്രസാദ് മുതൽ ഏങ്ങണ്ടിയൂർ സുയിത്തുണ്ണി വരെ അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടും ബ്രഹ്മകുളത്ത് ആനന്ദൻ, ഞങ്ങളുടെ സഹപ്രവർത്തകനായ ആനന്ദൻ അടക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് നഷ്ടപ്പെട്ടത്. ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ വളരെയധികം പ്രവർത്തനത്തിൽ മുന്നിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആനന്ദൻ. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ എല്ലാ ആളുകളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഇത്തരം ഭീഷണികളെല്ലാം നേരിടുമെന്നുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഈ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? പഞ്ചായത്തിൽ ഭരിക്കുമോ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുമോ?
തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഒന്നാമതാണ്. 20 വർഷമായിട്ട് ഭരിക്കുന്ന CPM പിന്തള്ളി ഇവിടുത്തെ ജനങ്ങൾ BJP ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൽ നിന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ വരുന്ന ഈ ഇലക്ഷനിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി BJP ഭരിക്കും. അതുപോലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ BJP ഒന്നാമതാണ്. പുന്നൂർക്കുളം അങ്ങനെ പഞ്ചായത്തിൽ BJPയുടെ അവസ്ഥ എന്താണ്? പുന്നൂർക്കുളത്ത് വലിയ വോട്ട് വർദ്ധന നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത തവണ പുന്നൂർക്കുളം പഞ്ചായത്ത് BJP ഭരിക്കാൻ സാധിക്കും. അത്രയും അത് ഭരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ ഈ BJPയെ സംബന്ധിച്ച്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തീരദേശ മേഖല അടങ്ങുന്ന പഞ്ചായത്താണ് പുന്നൂർക്കുളം. ആ മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് സ്വാഭാവിക വികസനമാണ്. അവരാരും രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാൻ ഗുരുവായൂരത്തെ ജനങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു പുന്നൂർക്കുളം പഞ്ചായത്തിലടക്കമുള്ള മിക്ക പഞ്ചായത്തുകളും BJP വൻ മുന്നേറ്റം നടത്തും. ഇപ്പോൾ ഈ SDPIയുടെ ഒരു പിന്തുണ പരസ്യമായിട്ട് കോൺഗ്രസ് സ്വീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രധാനമായിട്ട് നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഉള്ളൊരു ഇലക്ഷനും കൂടിയാണ്. അപ്പോൾ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, BJP അധികാരത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ K മുരളീധരനെതിരെ ഒരു വലിയ തരംഗം ഉണ്ടായിരുന്നു. അതായത് ഇത്രയും തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന SDPI പോലുള്ള ഒരു സംഘടനയുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത്. പ്രത്യേകിച്ച് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഈ SDPIയുടെ തീവ്രവാദ പ്രവർത്തനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണികണ്ഠൻ പെരിയമ്പലം മുതൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്നൻ ഔഷാദ് വരെയുള്ള ആളുകൾ. അപ്പോൾ എന്താ വെച്ചാൽ SDPIയുടെ ഭാഗത്തു നിന്ന് ഒട്ടനവധി കൊലപാതകങ്ങൾ നേരിട്ട ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പല നേതാക്കളും പേര് എന്നോടൊന്നും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, പല നേതാക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരും സൂചിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല. അവരുടെ സഹോദരനെ കൊന്ന SDPIയുടെ പിന്തുണ വാങ്ങിച്ച കോൺഗ്രസിന് ഇപ്രാവശ്യം വോട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ ആയിരുന്നു കേരളത്തിൽ BJPക്ക് ആകെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത്. ഈ സീറ്റ് പോവാനുണ്ടായ പ്രധാന കാരണം K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായത് തന്നെയായിരുന്നു. അപ്പോൾ BJP തൃശ്ശൂരിൽ വിജയിക്കുമെന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണോ ഈ പറയുന്ന മുരളീധരൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി ആ ഒരു വിജയത്തിനൊരു തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അത് പിഴുതെറിഞ്ഞു എന്നുള്ളത് ഒരു സത്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ മുരളീധരൻ പോലും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു. നേമത്തെ സീറ്റ് പൂട്ടിച്ച നിലയ്ക്ക് ഞാൻ തൃശ്ശൂരിൽ ഇറങ്ങുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് മുരളീധരൻ ഇറങ്ങിയത്. പക്ഷെ എന്തായി, ഇവിടുത്തെ ജനങ്ങൾ പാടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് മുരളീധരനെ. ഇപ്പോൾ ഈ മുരളീധരന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു. ഈ ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ പിടിക്കാൻ സാധിച്ചിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ സത്യത്തിൽ BJPക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയിലേക്ക് ഒരുപാട് വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എന്താ വെച്ചാൽ അതൊരു സ്വാധീനം മുരളീധരൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമുക്ക് ഒരുപാട് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ, അതെല്ലാം ഇത്തവണ BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഇടയിൽ ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഇനി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BJP ഇവിടെ മുന്നിൽ വെക്കുന്നത് വികസനമാണ്. അതിന് ഏറ്റവും വലിയ മാതൃക ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 317 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ട് മറ്റ് പഞ്ചായത്തുകൾ വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് ആ പഞ്ചായത്തുകളിലേക്കും കൂടിയിട്ട് ഈ പദ്ധതികൾ എത്തിച്ചുകൂടാ? 100% ഞങ്ങളത് എത്തിക്കും. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം പ്രതികരിച്ചു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഗുരുവായൂർ നിയോജക മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ ഒരു വോട്ടിംഗ് ശതമാനത്തിലുള്ള മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ BJP പിന്നിൽ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലെയും പ്രവർത്തകർക്ക്, പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ മടിച്ചിരുന്ന ജനങ്ങൾ ഇത്തവണ കുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ വേറൊരു നെഗറ്റീവ് ഒന്നും ഉണ്ടാകില്ല. BJP വിജയിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നാടിന് ഒരു ഉപകാരം ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ തൃശ്ശൂരിലെ അല്ലെങ്കിൽ ഗുരുവായൂരിലെ ജനങ്ങൾ BJP വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലെല്ലാം നമ്മൾക്കിത് കൃത്യമായിട്ട് നോക്കിക്കാണാം. തൃശ്ശൂരിൽ ഗുരുവായൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.